ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ തിളങ്ങാതിരുന്ന രവീന്ദ്ര ജഡേജയെ വിമർശിച്ച് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ചേക്കർ. ബാറ്റിംഗിലും ബോളിംഗിലും മോശം പ്രകടനമാണ് ടീമിലെ ഓൾറൗണ്ടറായ ജഡേജ കാഴ്ചവെച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ 11ഉം രണ്ടാം ഇന്നിംഗ്സിൽ 25 റൺസും മാത്രമെടുത്ത ജഡേജ 2 ഇന്നിംഗ്സുകളിൽ നിന്നായി 1 വിക്കറ്റ് മാത്രമാണ് വീഴ്ത്തിയത്. 3-4 വർഷം മുൻപുള്ള രവീന്ദ്ര ജഡേജയല്ല ഇപ്പോൾ മത്സരത്തിൽ കാണാൻ സാധിക്കുന്നതെന്നാണ് സഞ്ജയ് മഞ്ചേക്കറുടെ അഭിപ്രായം. രവിചന്ദ്രൻ അശ്വിനും കുൽദീപ് യാദവിനും പകരം ജഡേജയെ ഇന്ത്യ തിരഞ്ഞെടുത്തതിന് കാരണം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കൊണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ 3-4 വർഷം മുൻപുള്ള ജഡേജയല്ല ഇപ്പോൾ ഉള്ളത്. അതിനാൽ ഇതിനെക്കുറിച്ച് ചില ചർച്ചകൾ ഉണ്ടാവണം. കാരണം ഇന്ത്യക്ക് സ്പിന്നർമാരുടെ സഹായം ആവശ്യമാണ്. ജഡേജ അത് നൽകിയില്ലെങ്കിൽ അവർക്ക് രണ്ടാമത്തെ സ്പിന്നറെ കളിപ്പിക്കേണ്ടി വരും. ഇംഗ്ലണ്ടിൽ ഇന്ത്യക്ക് 2 സ്പിന്നർമാരെ കളിപ്പിക്കാൻ കഴിയില്ല. ആ ചോദ്യങ്ങളെല്ലാം ഉയർന്നു വരുമെന്നും മഞ്ചേക്കർ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു. ഇംഗ്ലണ്ടിനെതിരായ 1-ാം ടെസ്റ്റിൽ പരാജയപ്പെട്ടതോടെ നാണക്കേടിൻ്റെ റെക്കോർഡിലേക്കാണ് ഇന്ത്യ വീണത്. 5 താരങ്ങൾ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയിട്ടും ടീം പരാജയപ്പെടുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത് എന്നിവരും രണ്ടാം ഇന്നിംഗ്സിൽ KL രാഹുലും ഋഷഭ് പന്തും സെഞ്ചുറി നേടി. ഇന്ത്യ ഉയർത്തിയ 371 റൺസ് വിജയലക്ഷ്യം 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇംഗ്ലണ്ട് മറികടന്നത്. 149 റൺസെടുത്ത ബെൻ ഡക്കറ്റിൻ്റെയും 65 റൺസെടുത്ത സാക് ക്രോളിയുടെയും പുറത്താവാതെ 53 റൺസെടുത്ത ജോ റൂട്ടിൻ്റെയും പ്രകടനങ്ങളുടെ പിൻബലത്തിലാണ് ഇംഗ്ലണ്ട് വിജയത്തിലെത്തിയത്. മത്സരത്തിൽ ആധിപത്യം പുലർത്തി നിന്നത് ഇന്ത്യയാണെങ്കിലും രണ്ടാം ഇന്നിംഗ്സിലെ താരങ്ങളുടെ മോശമായ ബോളിംഗ് പ്രകടനം ഇന്ത്യക്ക് തിരിച്ചടിയായി. ഇതോടെ പരമ്പര ഇംഗ്ലണ്ട് ലീഡ് ചെയ്യുകയാണ്. ബോളിംഗിൽ മാത്രമല്ല ഫീൽഡിങ്ങിലും ഇന്ത്യൻ താരങ്ങൾ മോശമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇംഗ്ലണ്ടിൻ്റെ 10 വിക്കറ്റുകളും വീഴ്ത്താൻ അവസരം ലഭിച്ചിട്ടും ഇന്ത്യക്ക് അത് ഉപയോഗിക്കാൻ സാധിച്ചില്ല. അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്നത് യശസ്വി ജയ്സ്വാളാണ്. ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഉടനീളമായി താരം 4 ക്യാച്ചുകളാണ് പാഴാക്കിയത്. ആദ്യ ഇന്നിംഗ്സിൽ മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയ താരമായിരുന്നു ജസ്പ്രീത് ബുംറ. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ 1 വിക്കറ്റ് പോലും നേടാൻ താരത്തിന് സാധിച്ചില്ല. രണ്ടാം ഇന്നിംഗ്സിൽ ബുംറയെ മാനേജ് ചെയ്യാനായി എന്നതാണ് വിജയത്തിൻ്റെ കാരണമെന്ന് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ മത്സരശേഷം പറയുകയും ചെയ്തിരുന്നു.